കൊല്ലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ച കേസിൽ പ്രതിയെ പിടികൂടാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാരിനും പോലീസിനും നന്ദി അറിയിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ ലഡ്ഡു വിതരണമൊക്കെ ചെയ്തു. തൃശൂർ മാടവന സ്വദേശിയും ചാവക്കാട് കോടതി ജീവനക്കാരനുമായ സിറാജുദ്ദീൻ ഖാദറാണ് പിടിയിലായത്. ആദ്യമായിട്ടായിരിക്കും പ്രതിയെ പിടിച്ചാലും ലഡ്ഡു സാറേ, ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഞങ്ങൾക്കെതിരെ ആഭ്യാസ ചൊവ്വയോടെ സംസാരിച്ച പ്രതിയെ പിടിച്ചതിന് ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിനും ഞങ്ങളുടെ കേരള പോലീസിനും അങ്ങേയറ്റം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലഡു വിതരണം നടത്തുകയാണ് ഇന്ന്. ഇതും അപൂർവ കാഴ്ച. തങ്ങളെ അപമാനിച്ച വ്യക്തിയെ പോലീസ് പിടികൂടിയതിനുള്ള നന്ദി പറച്ചിലും ലഡു വിതരണം ചെയ്തുള്ള സ്ത്രീ ശക്തിയുടെ ആഘോഷവും. ആദ്യമായിട്ടായിരിക്കും പ്രതിയെ പിടിച്ചതിന് ഇങ്ങനെ ഒരു അനുമോദനമെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസ് BJP പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങളെ പോളിംഗ് ബൂത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചത് ചില മാധ്യമങ്ങൾ വാർത്തയാക്കി. ഈ വാർത്തയുടെ കമന്റ് ബോക്സിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഫേക്ക് ഐഡിയിലൂടെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചു. സംഭവം കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഹരിത സേനാംഗങ്ങൾ പണിമുടക്കി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിയെ കണ്ടെത്താൻ മെറ്റയുടെയും ഗൂഗിളിന്റെയും സഹായം തേടി. അവരുടെ മറുപടി ലഭിച്ചതോടെ പോലീസ് തൃശൂർ മടവന സ്വദേശിയും ചാവക്കാട് കോടതി ജീവനക്കാരനുമായ സിറാജുദ്ദീൻ ഖാദറിനെ പിടികൂടുകയായിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരവേ ഇയാളുടെ അഡ്രസ്സ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് ഇട്ടേക്കുന്നത് മനസ്സിലായി. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ഗൂഗിളിലേക്ക് അയച്ചു കൊടുത്തു. ഗൂഗിളിൽ നിന്ന് അഡ്രസ്സ് കിട്ടി, കറക്റ്റ് അഡ്രസ്സ് കിട്ടി. ആളെ നമ്മൾ തൃശ്ശൂർ സ്വദേശിയാണ്. ആളെ ഇന്നലെ തന്നെ രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള മോശം പരാമർശത്തിന് ആണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു. തൃശ്ശൂർ പോയി, നമ്മുടെ ഈസ്റ്റിലെ പോലീസുകാർ പോയി, തൃശ്ശൂർ ചാവക്കാട് കോടതി ജീവനക്കാരനാണെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. പോയി അയാളെ കൊണ്ടുവന്നത് ഞങ്ങളിന്ന് കാണാൻ ഇവിടെ എത്തിപ്പെട്ടതും ഞങ്ങൾക്കാണെങ്കിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാറേ ഇത് കണ്ടതും അതിനെ അറസ്റ്റ് ചെയ്തതിൽ. സേന എന്ന ആ ഒരു സമൂഹത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. കേരള പോലീസിന് 1000 നന്ദി പറയും. പിന്നെ കൈരളി ചാനലിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാം. ഞങ്ങൾക്കൊപ്പം അന്ന് പോലും ഞങ്ങളുടെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ എന്ന്. അതിനുശേഷം മറ്റ് ചാനലുകാരെല്ലാം വന്നത്. അപ്പോഴും കൈരളി ചാനലിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയും. പോലീസ് അന്വേഷണത്തിൽ പ്രതിക്കുണ്ടായിരുന്നത് 2 യൂട്യൂബ് ഐഡികൾ. ഒന്ന് ഫേക്ക് ഐഡിയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഫേക്ക് ഐഡി ഉപയോഗിച്ചായിരുന്നു അധിക്ഷേപം. പ്രതിയെ റിമാൻഡ് ചെയ്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.